റോഷൻ മാത്യുവിന്റെ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ സീരീസ് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. കൻ കജൂര എന്നാണ് സീരീസിന്റെ പേര്. സോണി ലിവിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഒരുവിധ എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ്. ഹിന്ദി സീരീസ് ആണെങ്കിൽ പോലും മലയാളം, തമിഴ് എല്ലാം അവൈലബിൾ ആണ്. സോ റോഷൻ മാത്യു, വാട്ട് ആൻ ആക്ടർ ബ്രോ. കിട്ടില്ല പെർഫോമൻസ് ആയിരുന്നു. ആളുടെ ഒരു പെർഫോമൻസ് കാണാൻ വേണ്ടി മാത്രം നമുക്ക് ഈ സീരീസ് കാണാം. ഈ സീരീസിന്റെ സോൾ, ബാക്ക് ബോൺ എന്നൊക്കെ പറയാം. അത്രയും കിടിലായിട്ടാണ് ആൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ആബ്സല്യൂട്ട് പെർഫോമർ. സോ ഈ ഒരു റോള് അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ വേറെ ആർക്കും ഇത്ര നന്നായി ചെയ്യാൻ പറ്റും തോന്നുന്നു. അത്രയും അടിപൊളിയായിട്ടാണ് ആൾ പെർഫോം ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ദ റോഷൻ മാത്യു ഐ പേഴ്സണലി മിസ്ഡ്. സോ ഇതിലെ കൺ കജൂര പറയുമ്പോൾ പഴുതാരയാണ് അവർ ഉദ്ദേശിക്കുന്നത് തോന്നുന്നു. അപ്പൊ ഈ സാധനം വന്നിട്ട് വീട്ടിൽ കയറിയാൽ നമ്മൾ അധികം അറിയൊന്നുമില്ല. പിന്നീടാണ് അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അവരെന്നെ പറയുന്നുണ്ട് എന്താണ്, സോ ഫ്രജൈൽ യെറ്റ് ടു ഫാറ്റൽ എന്ന്. അത് നമുക്ക് ഈ റോഷൻ മാത്യുവിന്റെ ഈ ഒരു ക്യാരക്ടറിന് കൊടുക്കാൻ പറ്റുന്ന ടാഗ് ലൈനാണ്. ആൾ അങ്ങനെയാണ് 24/7 ആൾ മൈൻഡ് ഗെയിം കളിക്കും. അതായത് എത്ര ക്ലോസ് ആയിട്ടുള്ള രണ്ട് ആൾക്കാരാണെങ്കിലും ആൾ മൈൻഡ് ഗെയിം കളിച്ചു കഴിഞ്ഞാൽ അവർ തമ്മിൽ തെറ്റിക്കോളും. അത് അവർ അറിയു പോലുമില്ല. അങ്ങനത്തെ ഒരു കിടിലൻ ക്യാരക്ടറാണ്. ശരിക്ക് ബ്രദേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയുന്ന ഒരു സീരീസ് ആണ് സംഭവം. ഒരു ഇസ്രായേലി സീരീസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഞാൻ അത് കാണാത്തതുകൊണ്ട് ഐ പേഴ്സണലി ഹാഡ് എ നൈസ് വാച്ച് എന്ന് പറയാം. അപ്പൊ ഇതിൽ ആളുടെ ഏട്ടനായിട്ട് ചെയ്തിരിക്കുന്ന മാക്സ് പറഞ്ഞ ക്യാരക്ടർ, എനിക്കൊരു മോഹിത് റൈന എന്നാണ് ആളുടെ പേര്. ആള് കിടിലനായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. രണ്ടുപേര് രണ്ട് എക്സ്ട്രീം ലെവൽ പെർഫോമൻസ് ആവും. ഒന്ന് ഭയങ്കര സട്ടിലായിട്ടും മറ്റാൾ ഭയങ്കര ലൗഡ് ആയിട്ടുള്ള പെർഫോമറാണ്. അപ്പൊ ഇതിൽ വന്നിട്ട് അനിയനാണ് വെച്ചാൽ ഏട്ടനെ ഭയങ്കര ഇഷ്ടമാണ്, ഏട്ടനാണ് വെച്ചാൽ അനിയനെ പറ്റൂല. അനിയനാണെങ്കിൽ ഏട്ടന് വേണ്ടി എന്തും ചെയ്യാൻ റെഡിയാണ്. സോ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. സോ പിന്നെ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സീരീസിൽ പറയുന്നത്. ഇതിന്റെ ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോൾ ഐ വാസ് ലൈക്ക് വാട്ട് ദ ഹെൽ ഈസ് ഹാപ്പനിങ്. എനിക്ക് വലിയ ഇഷ്ടമായതൊന്നുമില്ല. പിന്നെ അവരൊരു ട്വിസ്റ്റ് കൊണ്ടുവന്നു ആ ഫസ്റ്റ് എപ്പിസോഡിൽ. അവിടെ അങ്ങോട്ട് നല്ല രസമായിരുന്നു. 8 എപ്പിസോഡിന്റെ സീരീസ് ആണ്. ആദ്യത്തെ ഒരു 3-4 എപ്പിസോഡൊക്കെ ഭയങ്കര ഗ്രിപ്പിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നുണ്ടായിരുന്നു. ടുവേർഡ്സ് എൻഡൊക്കെ ആകുമ്പോൾ ഒരു ഓടിച്ചു വിട്ട പോലെയും എന്തൊക്കെ പറയാൻ നോക്കണ പോലെ ഒരു ധൃതി കൂട്ടിയ പോലെ പേഴ്സണലി എനിക്ക് തോന്നി. സ്റ്റിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സീരീസ് ആട്ടോ. പേഴ്സണലി എനിക്ക് എന്റെ കാര്യം പറയാൻ പറ്റുള്ളൂ. ഇതിൽ റോഷൻ മാത്യൂസ്, പിന്നെ മോഹിത് റൈന അങ്ങേര് കിടിലായിരുന്നു. പിന്നെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതായത് മറ്റേ മിസിസ് ദേശ്മുഖ് പറഞ്ഞിട്ട് സ്ത്രീ ഒരു വില്ലൻ റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അയമ മരിച്ചപ്പോൾ ഐ വാസ് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ്. കാരണം അത്രയും വെറുപ്പിക്കുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ അയമ കിടിലായിട്ട് ചെയ്ത് ആ ക്യാരക്ടർ അങ്ങനെയായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ നിഷ പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ആളായത് പോലീസ് ഓഫീസറിന്റെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ഒരു സ്ത്രീ. അവരെല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിരിക്കുന്നത്. സോ പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട സീരീസ് ആണ്. സോ വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ, അല്ലെങ്കിൽ ഇതിന്റെ ഒറിജിനൽ വേർഷൻ കണ്ടിട്ടില്ല വെച്ചാൽ എന്തായാലും കണ്ടു നോക്കാൻ പറ്റുന്ന സീരീസാണ്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം ഗോവ കാണിക്കുന്നുണ്ട്. സോ യൂഷ്വലി ഗോവ പറയുമ്പോൾ ബിക്കിനീസ് ബീച്ചസ് ഇതന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സീരീസിൽ എന്താ വെച്ചാൽ ഗോവയിലുള്ള ലൈഫ്, ആൾക്കാരുടെ ലൈഫും ഗോവയൊക്കെ നല്ല വൃത്തിക്ക് കാണിച്ചിട്ടുണ്ട്. അത് പേഴ്സണലി എനിക്ക് അത്യാവശ്യം ഇഷ്ടമായി. ഒരു യുണീക്ക് സീരീസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന സീരീസ് ആണ്. വേണ്ടവർ കണ്ടു നോക്കാം. ട്രൈ ഇറ്റ് ഔട്ട്.